ബർത്ത്ഡേക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ വന്നതാണ്. അപ്പോൾ വഴിയെ ബാക്കി വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പോൾ വായോ. നമ്മൾ ഫസ്റ്റ് മാൾ ഓഫ് റാങ്കൂറിൻ്റെ ഫ്രണ്ടിൽ എൻട്രൻസിൽ എത്തുമ്പോഴത്തേക്കും തന്നെയാണ് ഫസ്റ്റ് ഫ്ലവർ ബാർ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഷോപ്പാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടി കുറേ സാധനങ്ങളുണ്ട്. നമുക്കൊരു വീട്ടിൽ, അതായത് ഒരു വീട് പാല് കാച്ചിലൊക്കെ പറ്റിയ, അതായത് നമ്മുടെ വീട് നന്നായിട്ട് ഡെക്കർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഷോപ്പ് തന്നെയാണ്. ഇവിടെ ഫ്ലവർ ആയിരുന്നാലും അല്ലാതെ ഷോക്കേസ് പീസസ് ആയിരുന്നാലും നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കണ്ടാലോ, വായോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. ഞാനൊരു വീട് വെക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്നൊക്കെ സാധനം മേടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള സാധനങ്ങളാണുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ 50% ഓഫേഴ്സ് നടക്കുന്നുണ്ട്. എങ്ങനെയാ 50% ഇത്ര ദിവസത്തേക്കാണോ? ഓരോ വീക്കെൻഡിലാണ് ഇവിടെ 50% ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാൾ ഓഫ് റാങ്കൂറിൽ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ഇതുള്ളത്. ഈ സാധനം ഞാൻ ഭയങ്കര എടുക്കാതെ നോക്കിയതാണ്. ഇതില്ല, ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റാത്തൊരു പീസാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തപ്പിയാണ്. വേറെ രസമല്ല, ഞാൻ തന്നെ മേടിച്ചുള്ളൂ. ഷോപ്പ് എന്തായാലും കൊള്ളാം. ഫസ്റ്റ് അപ്പോൾ ഓക്കെ. അടുത്ത് നമ്മൾ നേരെ ചെന്നത് നമ്മുടെ മാൾ ഓഫ് റാങ്കൂറിനകത്തുള്ള രാമചന്ദ്രയിലാണ്. അപ്പോൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ ഫസ്റ്റ് ഞാൻ ചെന്ന് തൊട്ട പ്രോഡക്റ്റാണ് ഈ ഒരു സാരി. 350 രൂപയാണ് കേട്ടോ ആ ഒരു സാരിക്ക്. നല്ല രസമുണ്ട്. ഈ സാരി വന്നിട്ട് ഒരു 1000 സംതിങ് ആണ്, 1200 അങ്ങനെ എന്തോണ്. ഒരു പാർട്ടി വെയർ സാരിയാണ്. ഞാൻ ആ സാരി നോക്കും, എന്നിട്ട് ഈ സാരി വന്ന് നോക്കും. ഇതായിരുന്നു അവിടെ നടന്നത്. 350 രൂപയ്ക്ക് നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ എവിടെ ഉടുക്കും? അമ്മ ചോദിക്കുക, നീ ഉടുക്കുവോ ഇല്ലയോ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് മേടിക്കുന്നത്? ഉടുക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അതങ്ങോട്ട് വയ്ക്കാനും തോന്നുന്നില്ല, എടുക്കാനും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. 350 രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് പീസും ഉണ്ട്. നെറ്റിൻ്റെ സാരിയാണ്, പക്ഷേ ഒരു ചെറിയൊരു സ്റ്റോൺ പോലത്തെ ഒരു ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈറ്റ് വെയർ പാർട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ എവിടെ നൈറ്റിൽ പാർട്ടിക്ക് പോകാനാ? അതുകൊണ്ട് ഞാൻ അതും അങ്ങ് തിരിച്ച് വെച്ചായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നിവിടെ വന്നത് അതിനല്ലല്ലോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. എന്നിട്ട് ഞാൻ മറ്റേ സാരി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ. ഈ ഒരു ഇതില്ലേ, ഇതൊരു കോഡ് സെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. കോഡ് സെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് രാമചന്ദ്രയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ മാൾ ഓഫ് റാങ്കൂർ രാമചന്ദ്ര മുൻപ് പോയിട്ടുള്ളത് പോലെ അല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പക്ക നന്നായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. ഇച്ചിരി കൂടെ മോഡേൺ ടൈപ്പ്. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ടൈപ്പാണ് ഇപ്പോൾ കോഡ് സെറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. സാധാരണ നമ്മൾ അട്ടക്കുളങ്ങര രാമചന്ദ്ര, പഴവങ്ങാടി രാമചന്ദ്രയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോഴും ഓൾഡ് ടൈപ്പ് ചുരിദാർ സെറ്റൊക്കെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എനിക്ക് കൺഫ്യൂഷനായിരുന്നു അവൾക്ക് ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ അവിടെ നിന്നത്. ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ആ ലെഗിൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ്. ഞാൻ ലെഗിൻസൊക്കെ മേടിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പം ജീൻസിലോട്ടായല്ലോ ഇപ്പോൾ. ഇവിടെ ലെഗിൻസിൻ്റെ തന്നെ ഒരു അപാര കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര രസമുണ്ട്. ഞാൻ മുൻപൊക്കെ വന്നിട്ടുണ്ട്, മാൾ ഓഫ് റാങ്കൂറിലെ രാമചന്ദ്ര വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വരണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല. ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ നല്ല കളക്ഷനുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിന്, സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
ഇവിടെ കിടക്കുന്ന ഒരു വൈറ്റ് കളർ ടോപ്പില്ലേ, അതില്ലേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തെന്നറിയത്തില്ല കേട്ടോ. അമ്മയ്ക്ക് സാധാരണ ഇച്ചിരി കൂടെ കളറായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് അമ്മ സെലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാനും അതിലോട്ടായിപ്പോയി. പക്ഷേ അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു ഇത് എനിക്ക് വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ചേരുന്നു എന്ന്. എന്നിട്ട് എനിക്ക് മേടിച്ചൊന്നും തന്നില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ചുമ്മാ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ത് വേണം മേടിക്കാം, പക്ഷേ ഞാൻ ഇടത്തില്ലല്ലോ, ഇതൊന്നും ഇടത്തില്ല പിന്നീട്, അതുകൊണ്ടാണ്. പിന്നെ കുറേ ഓൺലൈനൊക്കെ നമ്മൾ സ്ഥിരം ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഡ്രസ്സൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് മേടിക്കണോ എന്നുള്ളതായിരുന്നു. പിന്നെ ഈ കാണുന്ന കോഡ് സെറ്റൊക്കെ നല്ല, അതായത് 1000 രൂപയുടെ ഉള്ളൂ. ഐ തിങ്ക് 750 എന്തോണ് റേറ്റ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പുതിയ പുതിയ മോഡൽ കോഡ് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പോയി അവിടെ ഒന്ന് നോക്കുക. കോഡ് സെറ്റൊക്കെ നോക്കുന്നവർ അവിടെ പോയി നോക്കുക, മസ്റ്റായിട്ട് നോക്കണം. ഇത് കണ്ടോ, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്ത് പാൻറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ത്രെഡ് വർക്കാണ്. 750-ക്കൊക്കെ നല്ലൊരിതാണ്. ഈ ഒരു റെഡ് കളർ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നു. ക്രിസ്മസിന് പറ്റിയൊരു കോഡ് സെറ്റാണ്. ഞാൻ ഓൾറെഡി ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു റെഡിഷ് കളറായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് സാരി സെക്ഷനിൽ തന്നെയാണ് വന്നത്. ഇത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 400 സംതിങ് ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട്. നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ മോഡലാണ്, ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. പക്ഷേ ഈ സാരിയൊക്കെ നമ്മൾ വേറെ രാമചന്ദ്രയിൽ പോകുമ്പോഴത്തേക്കും കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാമചന്ദ്രയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലോറിൽ തന്നെ നമുക്കുള്ളതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രോസറി ആയിരുന്നാലും സ്റ്റേഷനറി ഐറ്റം, കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങൾ, അതായത് ഒത്തിരി സാധനങ്ങൾ. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ രാമചന്ദ്രയിലുള്ള സാധനങ്ങൾ പല പല ഫ്ലോറിലുള്ളത്, ഇതെല്ലാം കൂടെ ഒറ്റ കൊടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഒറ്റ ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് ഇച്ചിരി കൂടെ ഈസിയാണ് പർച്ചേസ് ചെയ്യാനായിട്ട്. എത്നിക് വെയർ മാത്രമല്ല, വെസ്റ്റേൺ ടൈപ്പ് മോഡൽസും ഡ്രസ്സുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ടാണ് കേട്ടോ കണ്ണു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഞാൻ ഇതൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് എടുത്ത് ഇടാനും എല്ലാത്തിനും എളുപ്പം ഇതല്ലേ. എനിക്ക് ഈ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിലൊരു പോക്കറ്റ് ഉള്ളതുകൊണ്ട് അതിലോട്ട് അങ്ങോട്ട് പോയില്ല. പക്ഷേ ഈ ഒരു ടീഷർട്ട് ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ കണ്ണിൽ നിന്ന് മായുന്നില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എടുക്കണമെന്നുണ്ട്. അതുപോലെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ 400, അതായത് 400 സംതിങ് 500 രൂപയുടെ അകത്ത് ഈ ഒരു ടീഷർട്ടൊക്കെ ഉള്ളൂ. ഫുൾ ഹാൻഡ് ടീഷർട്ടൊക്കെയാണ്. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്കിതൊക്കെ എടുക്കണമെന്നുണ്ട്. ഒരു ദിവസം പോയി അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. പിന്നെ ഡെനിമിൻ്റെ എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം. ഡെനിം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടത്തില്ല. ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡെനിമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടെങ്കിലും നോക്കും. അത്രയും ക്രൈസാണ് കേട്ടോ. നല്ല രസമുള്ള, അതായത് ക്രോപ്പ് ടോപ്സ്, അതായത് നമ്മുടെ ചെറിയ ചെറിയ കുട്ടി ഗൗൺ പോലത്തെ ഇതില്ലേ, അതുപോലത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇത് കിടന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പണ്ടത്തെ കുട്ട. ഇത് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണം. എനിക്ക് എൻ്റെ വീട്ടിൽ ഇതൊക്കെയാണ്. ഈ 2 പ്ലാറ്റ് എടുത്തായിരുന്നു, പിന്നെ ഒരു കുഞ്ഞ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമാണ് അമ്മയ്ക്ക് അവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് തേയിലപ്പൊടിയും പഞ്ചസാരയും ഉപ്പുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ടാണ്. പക്ഷേ അമ്മ പറഞ്ഞു ഇപ്പോൾ മേടിക്കാം, പക്ഷേ അമ്മ ഇപ്പോൾ യൂസ് ചെയ്യത്തില്ലാന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അതിനേക്കാളും നല്ലത് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് മേടിക്കാം. ഇപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത് മേടിക്കും വേറെ കളറായിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് മേടിക്കാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ. അവിടെയുള്ള എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്പീഡപ്പ് ആക്കുന്നത് നെക്സ്റ്റ് വേറൊരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിന് ടോപ്പൊക്കെ എടുത്തത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അടുത്ത് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ഇതാണ് കേട്ടോ മാൾ ഓഫ് റാങ്കൂണിൻ്റെ ഉൾവശം. അവിടെ വന്നിട്ട് നമ്മളിനി അവിടുത്തതൊന്നും കാണിച്ചില്ല എന്ന് വേണ്ടല്ലോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അവിടെ ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം ഇവിടെ MOT അതായത് മാൾ ഓഫ് റാങ്കൂണിൻ്റെ അകത്തുള്ള കുറേ വേറെ ഷോപ്പിലുള്ള വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വേറെ ദിവസം കാണിക്കാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും വരാം. ഇപ്പം എനിക്ക് ടൈമില്ല, വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. സോ ഐ ആം ഗോയിങ്. വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. ഓക്കെ.